അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് 250 ml കപ്പിന് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. രണ്ടാമത്തെ കപ്പ് മൈദയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നതിനും നല്ലൊരു മണവും ടേസ്റ്റൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ അയമോദകം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ അയമോദകം കൈകൊണ്ട് ഒന്ന് തിരുമ്മി പൊടിച്ചിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന 1 ടേബിൾ സ്പൂൺ എണ്ണയാണ്. 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് കൈവച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണയും അയമോദകവും ഉപ്പൊക്കെ മാവിൻ്റെ എല്ലാ ഭാഗത്തും എത്തണം. കൈവച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അയമോദകം നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും, എല്ലാ കടകളിലും വാങ്ങാൻ കിട്ടും. ഈ മുറുക്കിനൊക്കെ നമ്മൾ ചേർക്കില്ലേ, നല്ല ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു പ്രത്യേക ഒരു മണമായിരിക്കും ഈ അയമോദകത്തിന്. മാവ് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ച് ഉരുട്ടിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. അപ്പോൾ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. എനിക്കിപ്പോൾ 3/4 കപ്പിൻ്റെ വെള്ളത്തിൻ്റെ ആവശ്യമേ വന്നിട്ടുള്ളൂ. മാവ് ഒരുപാട് അങ്ങ് ലൂസായി പോകരുത്, നല്ല കട്ടിയും ആയിരിക്കണം, സോഫ്റ്റും ആയിരിക്കണം. ഇനി ഇതിൻ്റെ പുറം ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുക്കാം. എന്നിട്ട് കുറച്ച് സമയം ഇത് മൂടി വയ്ക്കാം. ഇനി ചൂടായി കിടക്കുന്ന ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടാവട്ടെ. എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം 2 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്ത് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറി കിട്ടുന്നവരെ ഒരു 10 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ച് വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 10 സെക്കൻഡ് ആയപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ച ചുവയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. നല്ല എരിവുള്ള പച്ചമുളകാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം ചേർത്ത് കൊടുത്താൽ മതി. ഇനി സവാള ഒന്ന് വഴന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ലാസ്റ്റിൽ ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ സവാള ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എല്ലില്ലാത്ത 1 കപ്പ് ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കനിൽ ഞാൻ ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ച് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ 250 ml കപ്പിന് 1 കപ്പ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഒരു 2 മിനിറ്റ് ഈ ചിക്കനും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ചിക്കനും കൂടി ചേർത്ത് ഒരു 2 മിനിറ്റ് ഇതാ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. കുരുമുളക് പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ മുളക് പൊടിയുടെ അളവ് കൂട്ടിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. പൊടിയുടെ ഒക്കെ ഒരു പച്ചമണം മാറി കിട്ടുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 10 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്തപ്പോൾ പൊടിയുടെ ഒക്കെ പച്ചമണം ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 വലിയ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ട് കൈവച്ചിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോകേണ്ട ആവശ്യമില്ല, ചെറിയ ചെറിയ കഷ്ണങ്ങളോടുകൂടി പൊടിച്ചെടുക്കുക. ഇതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു സമയം ഉപ്പൊക്കെ ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമെങ്കിലും ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇപ്പം ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം ഇത് നല്ല ചൂടാണ്, ഇതിൻ്റെ ചൂടൊന്ന് മാറട്ടെ. അപ്പം നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റായി. ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം കുറച്ച് വലുപ്പമുള്ള ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കുക. അപ്പോൾ കുറച്ച് വലിപ്പമുള്ള ഉരുളകളായിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കുക. ഒരു ഉരുള ഉരുട്ടിയതിന് ശേഷം ബാക്കി മാവ് നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ മൈദയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു ലൂസ് ബാറ്ററായിട്ട് കലക്കി എടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് കട്ടിയാവാൻ പാടില്ല, ഈ ഒരു ലൂസ് ബാറ്ററായിട്ട് കലക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ ഉരുട്ടിയെടുത്ത മാവ് മൈദയിലിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പരത്തിയെടുക്കുക. ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് പരത്തിയതിന് ശേഷം റോളർ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കുക.
ഇനി ഇതൊന്ന് പരത്തിയെടുക്കാം. കനത്തിൽ പരത്തിയെടുക്കാം. ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ അങ്ങ് കനം കുറച്ച് പരത്തരുത്, കുറച്ച് കനത്തിലൊന്ന് പരത്തിയെടുക്കാം. ഇപ്പോൾ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. റൗണ്ട് ഷേപ്പിലൊന്ന് പരത്തി എടുത്തതിന് ശേഷം ഇത് സ്ക്വയർ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ബാക്കിയുള്ള മാവ് കളയേണ്ട ആവശ്യമില്ല. ഇതുപോലെ ബാക്കിയുള്ള മാവിൽ നമുക്ക് ഒന്ന് ഉരുട്ടി പരത്തിയതിന് ശേഷം നമുക്ക് ചെയ്തിട്ടെടുക്കാം. ഈ ഭാഗം നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ സ്ക്വയർ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. ഇവിടെ ഇതുപോലെ സ്പേസ് വിട്ടിട്ട് ഒന്ന് വരഞ്ഞു കൊടുക്കാം. ഇവിടെ ഒരു ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം. സ്ക്വയർ ഷേപ്പിൽ നമ്മുടെ ഫില്ലിങ് ഇതാ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തും കൂടി വെച്ച് കൊടുക്കാം. വേണോ നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ വെച്ച് കൊടുത്താൽ മതി. ഈ ഭാഗത്ത് കുറച്ച് മൈദ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കലക്കി വെച്ച ബാറ്ററില്ലേ, അതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് പിടിച്ച് ഇങ്ങനെ അങ്ങ് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. ഫില്ലിങ് പുറത്ത് കാണാത്ത രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ 4 വശവും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഓരോന്നായിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. കുറച്ച് സ്പേസ് വിട്ടിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. ഈ ഭാഗവും ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. കലക്കി വെച്ച മൈദ ബാറ്റർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ചെറിയ രീതിയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ ഒടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. അടുത്തതും ഇങ്ങനെ വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. ഇങ്ങനെ ക്രോസ് ചെയ്ത് അങ്ങ് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പം നല്ലതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുന്ന സമയത്ത് എല്ലാം പിരിഞ്ഞു പോകും. ബാക്കി കുറച്ച് ഭാഗം ഉണ്ടല്ലോ, ഷേപ്പില്ലാത്ത ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഈ ഒരു രീതിക്ക് റെഡിയാക്കി എടുക്കുക. അപ്പം കണ്ടില്ലേ, കാണാൻ തന്നെ നല്ല ഭംഗിയായിട്ടിരിപ്പുണ്ട്. ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ ചെയ്തിട്ടെടുക്കുക. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഒരു വശം ഒന്ന് മൊരിഞ്ഞ് ഒരു ഗോൾഡൻ നിറാവുന്ന സമയത്ത് തിരിച്ച് മറിച്ചു വിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു വശം ഒന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ച് മറിച്ചിട്ട് നല്ലൊരു ഗോൾഡൻ നിറാവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ 2 വശവും നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്ന് നമുക്ക് കോരി മാറ്റാം. അപ്പോൾ ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, കാണാൻ തന്നെ നല്ല ഭംഗിയായിട്ടിരിപ്പുണ്ട്. പുറത്ത് നല്ല ക്രിസ്പിയാണ്. കണ്ടില്ലേ, പുറത്തൊക്കെ നല്ല ക്രിസ്പിയാണ്. ഇതൊന്ന് മുറിച്ചും കൂടി കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടില്ലേ, ചീസൊക്കെ നല്ലോണം മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്